ഹായ് ഗൈസ്, ഞാൻ ഇന്നിപ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫസ്റ്റ് ടൈം ഞാൻ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യണതും എനിക്കറിയില്ല എത്രത്തോളം നല്ലതായൊന്നും. അപ്പോൾ ഞാൻ കണ്ടു നോക്കാം. അപ്പോൾ ഇത് രാവിലെ എണീച്ചപ്പോൾ തന്നെ പുള്ളിക്കാരി എൻ്റെ അടുത്ത് നിന്നിട്ട് ഫോണിൽ കളിക്കുന്നുണ്ട്. അപ്പോൾ ഉമ്മയും ഫിദയും ആലപ്പുഴയിൽ പോകാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ എണീച്ച് ചായ എടുക്കാനായിട്ട് കിച്ചണിലോട്ട് പോയപ്പോൾ മനസ്സിലായി ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയാണ്. അതുപോലെ തന്നെ ഉച്ചത്തേക്ക് ഫുഡ് നേരത്തെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു പോണേ മുമ്പ്. അങ്ങനെ ചായ എടുത്തോണ്ട് ഞാൻ ഇന്ന് സിറ്റ് ഔട്ടിലോട്ട് ചായ കുടിക്കാനായിട്ടാണ് പോയത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സോഫയിൽ ഇരുന്നാണ് ചായ കുടിക്കാറ്. പുറത്തായതുകൊണ്ട് എന്ത് ചെയ്തു അവിടെ ഇരുന്നിട്ടാണ് ചായ കുടിച്ചത്. അങ്ങനെ ഫിദ പോകാൻ വേണ്ടിയിട്ട് ഫിദാൻ്റെ പുതിയ ചെരുപ്പ് ഇന്ന് ആദ്യമായിട്ട് അവൾ ഇടാൻ പോവുകയാണ്. അങ്ങനെ അതും വീഡിയോ എടുത്തിട്ടാണ് കുറേ ഇത് പറഞ്ഞ് നടക്കണത്. അങ്ങനെ അതും കഴിഞ്ഞിട്ട് ദീദി എയ്സാക്ക് ദോശ കൊടുക്കണമായിരുന്നു കേട്ടോ. മൂപ്പർക്ക് ഫോമാണ് കേട്ടോ തിന്നുമ്പോൾ മസ്റ്റാണ് അവൾക്ക് ഫോൺ. അങ്ങനെ ഉമ്മി പോയി കഴിഞ്ഞ ശേഷം ഈസാനായിട്ട് ഓകിയിരുന്ന് കണ്ട് കുറേ നേരം. അപ്പം ഞാൻ ദീദിനോട് പറഞ്ഞു, ദീദി എനിക്ക് ദോശ ചുട്ട് തരാൻ പറഞ്ഞു. അങ്ങനെ ദീദി ദോശ ചുട്ടാന്ന് എനിക്ക്. അപ്പം ഞാൻ ദീദിനോട് പറഞ്ഞു, ദീദി അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ആക്കണം, ഇങ്ങനത്തെ ഷേപ്പാണ്. ലാസ്റ്റ് സൈഡൊന്ന് ഇതായി. അങ്ങനെ RKG ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ പാത്രം കണ്ട് ഈ വീട്ടിൽ വന്നിട്ട് ഞാൻ ഈ പാത്രത്തിലാണ് മിക്കപ്പോഴും കഴിക്കാറ്. ഞാൻ ഫിദ എയ്സൺ നമ്മൾ 3 പേരാണ് ഈ പാത്രത്തിന് വേണ്ടി തല്ലുപിടിക്കുന്നത് കേട്ടോ. ഞാൻ എന്തിനോ ഫിദാക്ക് ഇന്ന് സ്കൂൾ തുറന്നപ്പോൾ ഇപ്പോഴല്ല കഴിഞ്ഞതിന് 2 വർഷമായി തോന്നുന്നു. സ്കൂൾ തുറന്നപ്പോൾ എന്തോ വാങ്ങിച്ചതാണ്. അപ്പോൾ ഞാൻ വാങ്ങിച്ചതാണ് ഈ പ്ലേറ്റ്. അതുപോലെ തന്നെ എനിക്കൊരു ഹോർലിക്സ് വാങ്ങിച്ചപ്പോൾ ഒരു ഗ്ലാസ് ഫ്രീ കിട്ടിയായിരുന്നു. അതിലും മാത്രമേ ഞാൻ വെള്ളം കുടിക്കുള്ളൂ. അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ കുറച്ച്. പിന്നെ അത് കഴിഞ്ഞിട്ട് ദോശ കഴിച്ചിട്ട് എനിക്ക് കിച്ചണൊക്കെ ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ പാത്രമൊക്കെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. ദീദിയാണെങ്കിൽ ഏസായുടെയും ദുവാൻ്റെയും കാര്യമൊക്കെ നോക്കാൻ പോയിക്കൊണ്ടിരുന്നിട്ട് ഉമ്മ ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര ശോകമായിരുന്നു. വീടെന്ന് വെച്ചാൽ നല്ല ശോകം വെച്ചാൽ അമ്മാതിരി ശോകമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ടെറസിൽ പോയിട്ട് വെള്ളം ഒഴിക്കാനുണ്ടായിരുന്നു ചെടിക്ക്. അങ്ങനെ നമ്മൾ കുറച്ച് പ്ലാന്റ്സ് ഉണ്ടെന്ന് വെച്ചാൽ ഓറഞ്ച്, തക്കാളി, പിന്നെ ജാതിക്ക, അങ്ങനെ കുറേയൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ക്ലീനിങ് ആണ് ഫുള്ള്. ദീദി അടിച്ചു വാരി. അത് കഴിഞ്ഞിട്ട് ഞാൻ തുടച്ചിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ദീദി ഈ ഫോറം മാളിൽ പോയപ്പോൾ ഈ ഊട്ടി ബിസ്ക്കറ്റ് കൊണ്ടുവന്നായിരുന്നു കേട്ടോ. ഇത് ഞാൻ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഊട്ടിയിലൊക്കെ പോകുമായിരുന്നു പണിക്ക്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ഞാൻ പിന്നെ ഇത് കാണുന്നത്. പക്ഷേ ടേസ്റ്റ് നല്ല ഡിഫറൻസ് ഉണ്ട്. ഇത് ഭയങ്കര കറക്റ്റ് റസ്ക് തിന്നണ പോലെയായിരുന്നു. അത് ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു. പിന്നെ ഉച്ചയായപ്പോഴേക്കും കുമ്പളങ്ങ കറിയും പിന്നെ മൊളിയാറ് ഒരു കഷ്ണം മീൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, കക്കറിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഈ കുമ്പളങ്ങ കറി ഭയങ്കര ഇഷ്ടമായിട്ട്. എനിക്ക് മൊളിയാറ് ഞാനങ്ങനെ കൂട്ടാറും ഇല്ല. വല്ല പുട്ടിനൊക്കെ ആണെങ്കിൽ മാത്രമേ ഞാനങ്ങനെ കൂട്ടുള്ളൂ കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെയും ഫുഡ് കഴിച്ചിട്ടുള്ള പാത്രമൊക്കെ കഴുകാനുണ്ടായിരുന്നു. പിന്നെ അറിയാമല്ലോ എന്ന് വെച്ചാൽ മധുരമൊന്ന് ഉച്ചക്ക് ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒരു മധുരം കഴിക്കണം, എനിക്ക് നിർബന്ധമാണ്. കൈമാറ്റം വേണം. വന്നിട്ട് നമ്മ ഇപ്പോൾ ഉറങ്ങാൻ പോകണമെങ്കിൽ അപ്പം നമ്മ ഉച്ചക്ക് നമ്മോട് പഴംപൊരിയും ചായയൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഉറങ്ങി എണീച്ചിട്ട് കാണാം. ബൈ. ഉച്ചക്കത്തെ ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരത്തെ പരിപാടിയാണ്. വൈകുന്നേരം എന്ന് വെച്ചാൽ അബ്ബാദിൽ നിന്നപ്പോൾ ഫ്രഞ്ച് ഫ്രൈസ് വന്നിട്ടുണ്ടായിരുന്നു. ഇതുപോലെ മോമോസും പിന്നെ മിനി സമൂസയും പിന്നെ ക്രാബ് ഇങ്ങനെ നഗറ്റ്സ് പോലില്ല, അതൊക്കെ കൊണ്ടുവരുമായിരുന്നു അബ്ബാദിൽ നിന്ന്. പിന്നെ ഇപ്പോൾ ഉണ്ടായത് ഫ്രഞ്ച് ഫ്രൈസ് അതിൻ്റെത്. ഏസക്കൊക്കെ ഭയങ്കര ഇഷ്ടമുണ്ട് അവിടെ ഫ്രഞ്ച് ഫ്രൈസും. എല്ലാവർക്കും കൊണ്ടുവന്ന് തരാറുണ്ട്. അങ്ങനെ വീഡിയോ എടുത്തോണ്ടിരിക്കുമ്പോഴാണ് ചായ തിളച്ചോയത്. അങ്ങനെ അതൊക്കെ ഉണ്ട്. ഫ്രഞ്ച് ഫ്രൈസ് നല്ല ക്രിസ്പി ആയിട്ട് കഴിക്കാനാണ് കേട്ടോ ടേസ്റ്റ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ഫ്രഞ്ച് ഫ്രൈസ് പൊരിച്ചു വരുമല്ലോ, നല്ല ഓയിലും വേണത് പൊരിക്കാനായിട്ട്. പിന്നെ തൊട്ടപ്പുറത്ത് ദീദി എയ്സാക്ക് പഴം വാട്ടി കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫ്രഞ്ച് ഫ്രൈസ് പൊരിക്കാൻ നല്ല എണ്ണ വേണം, പിന്നെ നല്ലോണം ക്രിസ്പി ആയിരിക്കണം. അങ്ങനെ ഇത് പൊരിച്ച് കഴിയുമ്പോൾ എന്താണ്, നമ്മൾ ഇത്തിരി ഉപ്പ് ഇങ്ങനെ വിതറി കൊടുത്തിട്ട് നല്ലോണം കുഴക്കണം. പിന്നെ ഉപ്പിന് പകരം അല്ലെങ്കിൽ ഉപ്പിന് പകരമല്ല, നമുക്ക് ഇച്ചിരി മുളക് പൊടി ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ഈ സ്പൈസ് ആയിട്ടുള്ളൊരു മുളക് പൊടി അങ്ങനെയൊക്കെ ഉണ്ടാക്കൂലേ, അതൊക്കെ ഇട്ട് വേണമെങ്കിൽ കൊടുക്കുക. അതൊക്കെ ഓരോരുത്തരുടെ ചോയ്സാണ് കേട്ടോ, എന്തൊക്കെ ഫ്ലേവർ വേണമെന്നുള്ളത്. പിന്നെ കൂടെ കഴിക്കാൻ ഡിപ്പായിട്ടുള്ളത് സോസാണ്. ചിലവർ മയോണൈസ് ഉപയോഗിക്കും, പക്ഷേ എനിക്ക് പേഴ്സണലി ഇഷ്ടം ഈ സോസാണ് കേട്ടോ. ഇത് വന്നിട്ട് മാഗീൻ്റെ ഹോട്ട് ആൻഡ് സ്വീറ്റ് ആണ്. ഈ ഫ്രൈസ് വെച്ചിട്ട് നമുക്ക് ലോഡഡ് ഫ്രൈസും ഉണ്ടാക്കാം കേട്ടോ. പക്ഷെ ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല, ഇങ്ങനെ ഫ്ലോപ്പായി പോരാറുണ്ട്. മൂപ്പര് ഫ്രഞ്ച് ഫ്രൈസ് ഉള്ളതുകൊണ്ട് വേഗത്തിൽ നീർക്കണേ കേട്ടോ. അങ്ങനെ മഗ്‌രിബിൻ്റെ നേരായി. ഇന്നത്തെ വീഡിയോ റെസിപ്പിയാണ്.
ബാ വേണ വഴക്കാണോ വാസീന വേണ എന്നാ എഴുതാ കൊടുക്ക് എന്താണ് മാസിക്ക് തന്നേക്കത് ഇവിടെ തന്നേക്ക് ദുവാ ദുവാ വേണ്ടാലേ വേണ്ടാലേ ഞാൻ ഈസാൻ എന്തോ പറഞ്ഞായിരുന്നു, അതുകൊണ്ടാണ് അവളെ എന്നെ ഞാൻ കൊടുത്തിട്ട് ഒന്നും വാങ്ങാണ്ടിരുന്നത് കേട്ടോ. അത് കഴിഞ്ഞ് രാത്രി ആയപ്പോഴേക്കും അബ്ബ വന്നിട്ടുണ്ടായിരുന്നു, ഉമ്മ എത്തിയിട്ട് അതിന് മുമ്പ് തന്നെ. എല്ലാവരും ഇന്ന് ഒറ്റക്കൊറ്റക്കായി ഉമ്മയില്ലാത്തതുകൊണ്ട് എല്ലാവരും ഒരാൾ നേരത്തെ ഒന്നും ഒരാൾ ലേറ്റ് ആയിരുന്നു അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ രാത്രി വന്നപ്പോൾ എന്തായിരുന്നു അബ്ബ ഷവായ മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കാൻ വേണ്ടി ഇരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് എന്ന് വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഈ ഷവായ എന്നിട്ട്. എനിക്ക് പൊതുവേ അങ്ങനെ ഷവായ ഇഷ്ടമല്ല, എന്നാൽ കൂടി എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. പിന്നെ എക്സ്ട്രാ പൊറോട്ടയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് കഴിയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.